ഇടുന്നതേ ഉള്ളൂ. നമുക്ക് കശുവണ്ടി മുന്തിരിയൊക്കെ ഇടാം. ഓക്കെ. മരിയാണ്, കൈമരിയാണ് ഇട്ടെടുത്തേക്കണം. ചെറുതായിട്ട് നെയ്ച്ചോറ് വെച്ചെങ്കില ഇരട്ടി വെള്ളമാണ് ഞാൻ വെച്ചേക്കണം കേട്ടോ. നമ്മൾ എടുക്കുന്ന ഇതിൻ്റെ ഒരു നാഴികണിയിൽ 2 ഇതിലോട്ടേക്ക് ഞാൻ ഇതിന് കാണിക്കുന്നത്. ഇതിലോട്ടേക്ക് ഞാൻ 2 ടീസ്പൂൺ ഡാൽഡ, 2 ടീസ്പൂൺ ഡാൽഡ, 1 ടീസ്പൂൺ വെണ്ണൻ്റെ നെയ്യ് കേട്ടോ. ഇതിലേക്ക് 3 ഏലക്ക, 3 കറിയാമ്പൂ, 2-3 കഷ്ണം പട്ട, കുറച്ച് പെരുംജീരകം, കുറച്ച് തക്കോലി, ഇതിൻ്റെ ഒരു പീസ്, പിന്നെ ഒരു ഇത്തിരി നെയ്ച്ചോറിൻ്റെ കേട്ടോ. ഇതിൻ്റെ ഇല എന്തായാലും പേര് എനിക്കറിഞ്ഞൂടെ, കറിയാമ്പിൻ്റെ. അതെനിക്കൊരു 5 മിനിറ്റ് വരുമ്പോഴത്തേനാവും. അപ്പോൾ ഇതിലേക്ക് 2 ഉള്ളൂ അതിൽ തന്നെ മീൻകൂട്ടി. അത് കോരി വെക്കാനൊന്നുമില്ല. അരി ഒരു 5 മിനിറ്റ് നല്ലോണം വറുത്ത് കൊടുക്കണം. വെള്ളം വറ്റണ വരെ വറക്കണം കേട്ടോ. അരിൻ്റെ വെള്ളം കംപ്ലീറ്റ് വറ്റണം, വറുക്കാം. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പിടാം. കുറച്ച് മതി, 1/4 ടീസ്പൂൺ ഉപ്പിട്ട്. ഇതിലൊക്കെ കശുവണ്ടി മുന്തിരിയൊക്കെ വേറെ താളിച്ചിടണ ഇങ്ങനെയൊക്കെ എല്ലാത്തിനും പിടിക്കും. മധുരം ഇതൊക്കെ നമുക്ക് കിട്ടും. വറുത്ത് നമുക്ക് ഇങ്ങോട്ട് ഇതിലോട്ടേക്ക് നെയ്യും ഒക്കെ പിടിച്ച് ഉപ്പൊക്കെ പിടിച്ചിട്ട് ഇതിലോട്ടേക്ക് വെള്ളം ഒഴിക്കാം. തിളപ്പിച്ച വെള്ളമാണ്. എൻ്റെ അളവിൽ 1.5 ഗ്ലാസ് അരി, 3 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ. ഇപ്പം നമുക്ക് ഇങ്ങനെ തിളക്കുന്ന ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം. നോക്കിയിട്ട് പോരങ്ങി ഇതിലിട്ട് കൊടുക്കാം. ഇതിന് ഇടാൻ പറ്റില്ല, നോക്കിയൊക്കെ ഇടണം കേട്ടോ. നമ്മുടെ സ്റ്റൈലാണ്, നാടൻ സ്റ്റൈലാണ്. ചെറിയ 2 ഫാമിലിക്കൊക്കെ വെക്കാം. ഇനി അളവ് കൂട്ടിയാൽ വലിയ ഫാമിലിക്ക് വെക്കാം. ഉപ്പ് ഒരു പിഞ്ച് കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പ് ഇടുന്നതാണ്. അപ്പോൾ തന്നെ ഇടണം. പിന്നെ ചോറ് വെള്ളം വറ്റിക്കാൻ നമുക്ക് ഇടാൻ പറ്റില്ല. നമുക്ക് മൂടി വെക്കാം കേട്ടോ. 4 മിനിറ്റ് മതി ചോറ് തിളക്കാനുണ്ട്. മൂടി വെക്കാം. ഇതിൻ്റെ മുകളിൽ നമുക്ക് എന്തെങ്കിലും ഭാരം വെക്കണ്ടേ. ഞാനിപ്പോൾ ഭാരത്തിന് വെക്കണം എന്താന്നാ, ഇടിയനാണ് കേട്ടോ. നമ്മൾ ഇടിക്കണ കല്ല്, ഇതിലൊക്കെ ചതക്കണ കല്ലില്ല. അപ്പോൾ ഇത് വെക്കും. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ അത് നോക്കണം. വേർപ്പുള്ള ഒട്ടും വീഴരുത്. ഇത് ആവി പോട്ടെ. 2 മിനിറ്റ് കഴിയുമ്പോൾ നോക്കാം. ചോറ് വെച്ചിട്ടുണ്ട്, നെയ്ച്ചോറിൻ്റെ വെച്ചിട്ടുണ്ട്. 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം.
2 മിനിറ്റായി. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടാണ്. നമുക്ക് ഇനിയിപ്പോൾ വേണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ഇപ്പോഴും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഒരു മിനിറ്റും കൂടി കിടക്കട്ടെ. ചെറിയ ഫ്ലെയിമിലായിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. നമുക്ക് നോക്കാം. ചോറ് ഒരു 2-3 മിനിറ്റോളം ഇരുന്നിട്ടുണ്ട്. വെള്ളം പോയാൽ നോക്കാം. ഓക്കെ, ഇളക്കണ്ട. ചോറ് സൂപ്പറായി. ഈ കൈമരിയാണ്. അപ്പം നമുക്ക് നെയ്യിൽ വാട്ടിയിട്ടിട്ടാൽ തിരിഞ്ഞു പോകാതെ ടേസ്റ്റിനും ഇട്ടിപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് നെയ്ച്ചോറ് റെഡി. ഓക്കെ, എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം. എല്ലാവർക്കും അറിയാം എൻ്റെ ചെറിയ പാചകമാണ്. കേൾപ്പം എല്ലാവരും വെച്ച് നോക്കാം. സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് അടിക്കണം, സപ്പോർട്ട് ചെയ്യണം. 2 മല്ലിച്ചീര അതുള്ളൂ. നമുക്ക് കശുവണ്ടി മുന്തിരിയൊക്കെ ഇടാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.